എത്രയോ കാലമായിട്ടുള്ള പരിചയമാണ്. പക്ഷെ ഇപ്പൊ മന്ത്രി ബിന്ദു കൃഷ്ണ പേരില്ല നമ്മുടെ മുമ്പിൽ അപ്പോ ഈ പോരാട്ടം എന്ന് പറയാ നിരന്തരമായിട്ടുള്ള ഒരു തളരാത്ത പോരാട്ടം ഒടുവിൽ ഒരു മന്ത്രി എന്ന വലിയൊരു റിവാർഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒരു ഹാപ്പിനെസ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? തീർച്ചയായും വലിയ അഭിമാനവും അതിലേറെ സന്തോഷവുമാണുള്ളത്. അതിനാദ്യം നന്ദി പറയേണ്ടത് പാർട്ടിയോടും അതോടൊപ്പം നന്ദി പറയേണ്ടത് കൊല്ലത്തെ പ്രിയപ്പെട്ട ജനതയോടുമാണ്. തീർച്ചയായും എല്ലാവരോടും നന്ദിയുണ്ട്. ഇപ്പൊ ഇത്തവണ എനിക്ക് തോന്നുന്നു ഈ മിനിസ്ട്രിയിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. നമ്മളെപ്പോഴും പല മിനിസ്ട്രികളും പഴി കേൾക്കുന്നത് വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തില്ല. അതും ഇത്തവണ തിരുത്തി കുറിച്ചിരിക്കുന്നു. അപ്പൊ 2 വനിതാ മന്ത്രിമാർ വന്നിരിക്കുന്നു. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഈ വനിതകൾ ഈ ഭരണരംഗത്ത് വരുമ്പോൾ സവിശേഷമായിട്ട് എന്തെങ്കിലും ചലഞ്ച് ഉള്ളതായിട്ട് മാമിന് തോന്നിയിട്ടുണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് ചലഞ്ച് ഒന്നുമില്ല. എൻ്റെ മനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്ന അനുഭവത്തിലൊരു കാഴ്ചപ്പാട്, ഇപ്പോൾ സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണെന്ന് നമ്മൾ പറയുന്നത് അത് ഏറ്റവും അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് കമ്മിറ്റി ആയിക്കോട്ടെ, പുരുഷൻ അവിടുത്തെ വഴികളെക്കുറിച്ചും പാലങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പ്രത്യേക ശ്രദ്ധ പോകുമ്പോൾ സ്ത്രീയുടെ മനസ്സ് പോകുന്നത് അവിടെ അംഗൻവാടിയിൽ ആഹാരം കൊടുത്തോ തുടങ്ങിയ സൂക്ഷ്മ തലങ്ങളിൽ അടക്കമാണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടത് നാടിൻ്റെ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആ അർത്ഥത്തിൽ ഇത്തവണത്തെ UDF ഗവൺമെന്റിനോട് തീർച്ചയായും കുറേ അധികം വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ വളരെ ജാഗ്രതയോടെ നോക്കിയിരിക്കുന്ന വകുപ്പ് വരാൻ പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ട് അറിഞ്ഞില്ലെന്ന് ഓക്കെ, അത് ഞാൻ എടുത്തു, അറിഞ്ഞില്ല എന്നുള്ള മറുപടി എടുത്തു. പക്ഷെ ഇപ്പോൾ ഒരു സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശുക്ഷേമം എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകൾ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് എന്ന് നമുക്കറിയാം. സോ അങ്ങനെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതിലേക്ക്, ഉത്തരവാദിത്തത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ടാസ്കും സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ടാസ്കും ഇല്ല. ആ വകുപ്പാണെങ്കിൽ മനുഷ്യരോട് ചേർന്ന് നിന്നാൽ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യരുടെ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലിരിക്കും. ഇപ്പൊ എനിക്കറിയില്ല വകുപ്പ് ഏതാണെന്ന്. ഇനിയിപ്പോൾ സാമൂഹ്യനീതി വകുപ്പാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയും സാമൂഹ്യനീതി നമ്മുടെ സമൂഹത്തിൽ അകലെയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട പലപ്പോഴും നമ്മളൊക്കെ കാണാറുണ്ട്, ഏതെങ്കിലും വിഭാഗത്തിൻ്റെ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ അതത് ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇത്ര കോടി ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ഞാൻ ആഗ്രഹിക്കുന്ന കോടിയുടെ പ്രസക്തിയല്ല, മറിച്ച് എത്ര പേർക്ക് അത് പ്രയോജനമുണ്ടായി. ആ ആംഗിളിൽ ഈ അധികാരത്തെ അല്ലെങ്കിൽ ഈ സാധ്യതകളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ മേഖലയിലുള്ള ഒരു വെല്ലുവിളി എന്ന സംഗതി എന്താണ്? ഇപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഫുൾഫിൽ ചെയ്യാത്ത ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? തീർച്ചയായും ഫോക്കസ് ചെയ്യേണ്ടത് ആർക്കാണോ ആവശ്യം, ആരിലേക്കാണോ നീതി എത്തേണ്ടത് അവരിലേക്ക് എത്തിക്കുക. അതിന് സമഗ്രമായ ഇടപെടൽ നടത്തുക, സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാവരെയും എന്ന് വെച്ചാൽ ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ സേഫ് സോണിലുണ്ട്. ഇനിയും സേഫ് സോണിൽ അല്ലാത്തവരെ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് എന്താണോ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തത്, എന്താണോ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പത്തിലൂടെ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്, അത് നടത്തിയെടുക്കുക എന്നുള്ളത്.